പോരാടാ കുഴപ്പമില്ല ഇല്ലെന്ന് പറയാൻ പറ്റും. പക്ഷെ പഴയ പടം പോലെ ഒന്നും ആയില്ല. ധനുഷിന്റെ പഴയ പടങ്ങൾ പോലെ ഒന്നും ആയില്ല. ധനുഷിന്റെ ആക്ടിങ് അത് മാത്രം കണ്ടോണ്ടിരിക്കാം. പിന്നെ എ ആർ റഹ്മാന്റെ മ്യൂസിക് അത് കണ്ടോണ്ടിരിക്കാം. പറയാനൊന്നുമില്ല. വെറുതെ എടുത്തു വെച്ച പടം. ഓക്കെ, ഞാൻ ഒരു ഡയറക്ടറാണ്, എനിക്ക് ഡയറക്ട് ചെയ്യാൻ പറ്റും എന്ന് കാണിക്കാൻ വേണ്ടി എടുത്ത ഒരു പടമായിട്ട് തോന്നി. പിന്നെ വലിയ സുഖമില്ല. ഉണ്ട്, കൊള്ളാം, നല്ല സിനിമയാണ്. കണ്ടില്ല, ഇറങ്ങിയ സിനിമ എനിക്ക് കൊള്ളാം, നന്നായിട്ടുണ്ട്. നിങ്ങൾ കണ്ടോ സിനിമ? കണ്ടോ എങ്ങനെയുണ്ട്? കണ്ണ് ഇറങ്ങിയതിന് നല്ല നല്ല പടം പടം കൊണ്ടിരിക്കുക. സൂപ്പർ പടം. ഫാനൊന്നുമല്ല, ഞാൻ ഇന്ന് ഓരോ സിനിമ കാണാൻ വേണ്ടി വന്നതാണ്. നല്ല സൂപ്പർ. എ സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് തന്നെയാണെങ്കിൽ റീവാച്ചബിൾ എന്ന് പറയാൻ വേണ്ടി പറ്റത്തില്ല. കാരണം വൺ ടൈം വാച്ചബിൾ ആണ്. വിശ്വരി സാധനം കിടിലാണ്. വിശ്വരി സാധനം കിടിലെന്ന് പറയുമ്പോൾ ഈ കില്ല് ഇറങ്ങിയില്ലേ, കില്ലിൽ എത്ര ഇല്ല, പക്ഷേ സാധനം കൊള്ളാം. ഒരു വട്ടം കണ്ടിരിക്കാൻ കൊള്ളാം, നൈസാണ്. ഹൈപ്പറുള്ളതില്ല. ഒരു രക്ഷയില്ലാത്ത സിനിമ. ധനുഷിന്റെ സംവിധാനവും ആക്ഷനും എല്ലാം ഒരു പവർ പാക്ഡ് സിനിമയെന്ന് പറയാം. പിന്നെ ഹിന്ദിയിൽ ഇപ്പോൾ ഇറങ്ങിയ കില്ല് ആ സിനിമ കഴിഞ്ഞാൽ പിന്നെ അത്രത്തോളം വയലൻസ് ഉള്ള സിനിമ. സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്, നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഫുൾ ടൈം അല്ല, നമുക്ക് വളരെ എൻ്റർടൈൻ ചെയ്യിക്കുന്ന സിനിമ തന്നെയാണ്. മിക്കവാറും ഇത് സൂപ്പർ ഹിറ്റ് ആവും. തമിഴിലെ മഹാരാജ കഴിഞ്ഞ അടുത്ത സൂപ്പർ ഹിറ്റ് ആവും. അടിപൊളി. അത്രയൊന്നുമില്ല. ഒരു ഡയറക്ഷനൊക്കെ കൊള്ളാം, പക്ഷേ സ്ക്രിപ്റ്റ് എവിടെയോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ചെറുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ചെറുതൊക്കെ കൊള്ളാം. ഇന്റർവെല്ലിന് മുമ്പേ ഉള്ള ഒരു ഫൈറ്റ് സീനൊക്കെ കൊള്ളാം. എടുത്തു പറയാനുള്ളത് കുറച്ച് ഫൈറ്റ് സീനൊക്കെ കൊള്ളാം. ഇന്റർവെല്ലിന് മുമ്പേ ഉള്ള പീറ്റർ ഹീനാണ് ഫൈറ്റ് ചെയ്തത്, അതൊക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ട്. ഡയറക്ഷനും കൊള്ളാം. സ്ക്രിപ്റ്റ് ക്ലൈമാക്സ് ഒന്നും എനിക്ക് വർക്കായില്ല. ബാക്കിയുള്ളവരുടെ ധനുഷിന്റെ ഫസ്റ്റ് സിനിമയല്ലേ, അപ്പോൾ ഫസ്റ്റ് സിനിമ ആയതുകൊണ്ട് അതിനനുസരിച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ വയലൻസ് ഒക്കെ അത്യാവശ്യം കാണിച്ചിട്ടുണ്ട്. പിന്നെ ധനുഷിന്റെ ആക്ടിങ് ഒക്കെ ആയാലും നല്ലപോലെ പെർഫോമൻസ് വൈസ് നല്ല അത്യാവശ്യം എടുത്തിട്ടുണ്ട്. ഇതുകൊണ്ടാണെങ്കിൽ ഫ്രെയിംസ് ഒക്കെ കൊള്ളായിരുന്നു. പിന്നെ ആ മേക്കിംഗ് ഒക്കെ കിടിലായിരുന്നു. ധനുഷിന്റെ ഫസ്റ്റ് പടം ആയതുകൊണ്ട് തന്നെ ഇത്രയും ആരും പ്രതീക്ഷിക്കില്ല. എക്സ്പെക്ടേഷൻ വെച്ചൊന്നും പോകാതിരുന്നു. ഡയറക്ടർ ഫസ്റ്റ് ഹാഫ് കൊഞ്ചം നല്ലായിരുന്നു, ലാസ്റ്റ് ഹാഫ് ക്ലൈമാക്സ് എല്ലാം നല്ല സൂപ്പർ. ഒരു റോമൻസ് ആൻഡ് സൂത്ത് മ്യൂസിക്കലും പെർഫോമൻസ് വൈസ് ഒക്കെ നല്ലൊരു പടം തന്നെയാണ്. പക്ഷെ എവിടെയൊക്കെ കുറച്ച് പോരായ്മകളുണ്ട്. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഭയങ്കര ലാഗാണ്, ഓഡിയൻസിനെ എൻഗേജ് ചെയ്യിക്കുന്നില്ല പടം. അതാണ് ഇപ്പം പടത്തിന്റെ ഏറ്റവും വലിയ ബാക്ക് ആയിട്ട് തോന്നിയത്. ഓക്കെ, പെർഫോമൻസ് വൈസും മ്യൂസിക് വൈസൊക്കെ ഓക്കെ. ഒരു കണക്ഷനും ഇല്ല. എന്താണ് സ്റ്റോറി എന്ന് നേരെ പറഞ്ഞിട്ടില്ല പടം. വെറുതെ ധനുഷിന്റെയും പിന്നെ ഒരു തങ്കച്ചി പാസ് അത് കാണിക്കാൻ വേണ്ടിയാണ് എടുത്തത്. വേറെ ഒന്നുമില്ല. നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. പോസിറ്റീവായിട്ട് എനിക്ക് ആകെ തോന്നിയത് എ ആർ റഹ്മാന്റെ മ്യൂസിക് വർക്ക് കൊള്ളാം, അത് മാത്രം പോസിറ്റീവായിട്ട് തോന്നി. പിന്നെ ഇന്റർവെൽ ആ ഒരു ഇത് കൊള്ളാം. ബാക്കിയെല്ലാം പടം വെറുതെ ചുമ്മാ പൈസ കളയാൻ വേണ്ടി വന്നു, അത്രേ ഉള്ളൂ. ഒരു ആവറേജ് ആയിട്ട് എനിക്ക് തോന്നിയത്. എസ് സൂര്യ ആയാലും ഒരു ആവറേജ് രീതിക്കാൻ തോന്നിയത്. എല്ലാം പടം ഫുൾ ആവറേജ്. ആകെ മ്യൂസിക് വർക്ക് മാത്രം കൊള്ളാം എ ആർ റഹ്മാന്റെ, ബാക്കിയെല്ലാം ആവറേജ് ആണ്. അത് ഫസ്റ്റ് ഹാഫിൽ ലൈക്ക് ഇതേപോലെ ലാഗാണ് പടം. പിന്നെ ഇന്റർവെല്ലിൽ ചെറിയൊരു പഞ്ചുണ്ട്. സെക്കൻഡ് ഹാഫും ലാഗാണ്. പൊതുവെ നമ്മൾ എന്താ പറയുക, ഒരു മാസ് ആണ് എക്സ്പെക്ട് ചെയ്ത് വന്നത്, പക്ഷേ ഒട്ടും എത്തിയിട്ടില്ല. പടം ക്ലിക്കായി വന്നില്ല. പേഴ്സൺ ചോയ്സ് ആണിത്. ആക്റ്റീവായിട്ട് അങ്ങനെ അല്ലല്ലോ ചേട്ടാ നമ്മൾ കാണുന്നത്. പൊതുവേ നല്ല എക്സ്പീരിയൻസ് തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുമെന്നാണ് വന്നത്. പക്ഷേ അത്രയും മാസ് ഇവർ ഉദ്ദേശിച്ച ആ ഒരു ഇത് കിട്ടിയിട്ടില്ല പടത്തിൽ. അത്രേ ഉള്ളൂ. സെക്കൻഡ് ഹാഫ് അത്ര പോരായിരുന്നു. ഫസ്റ്റ് ഹാഫ് നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിലായപ്പോഴേക്കും കഴിഞ്ഞു പോയി. ഉണ്ട് ബ്രോ, പക്ഷെ നല്ല ആക്ഷനും ബാക്കിയെല്ലാം കൊള്ളാം. രക്തമൊക്കെ ആവശ്യം കൂടുതൽ ചെടിയൊക്കെ ഉണ്ട്, അതെല്ലാം കൊള്ളാം. പക്ഷെ സ്റ്റിൽ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞു പോയി. ബാക്കിയെല്ലാം കൊള്ളാം. നല്ല അഭിനയം എല്ലാം ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. പടം നല്ല വയലൻസും ധനുഷിന്റെ ഡയറക്ഷനൊക്കെ കൊള്ളായിരുന്നു. നൈസായിരുന്നു. സെന്റിമെന്റ്സ് അങ്ങനെ ഉണ്ട്, പക്ഷെ അതിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. പക്കാ വയലൻസ് പടം നൈസാണ്. കുഴപ്പമില്ല, നല്ലതാണ്. ഇല്ല, ഒരുപാട് നാൾക്ക് ശേഷം സൂപ്പർ ആയിട്ടൊരു പടം കണ്ടു. ആക്ച്വലി ഫസ്റ്റ് ഹാഫ് ആക്ച്വലി വേറെ ലെവലായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് கொஞ்சம் யூஷுவல் ரிவெஞ்ச் ஸ்டோரி. ஓகே, நல்லா இருந்துச்சு. ஒன் டைம் வாட்சபிள். ഫുൾ വയലൻസ് தான். ഫാമിലി ഓഡിയൻസ് ലൈക്ക് ആസ് യൂഷ്വൽ நல்லா നടിച്ചിരുന്നു. കൊള്ളാം. മൊത്തത്തിൽ എല്ലാവരും നല്ല അഭിനയമായിരുന്നു. അവള് സിസ്റ്ററായിട്ട് റോൾ ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ നല്ല റോളായിരുന്നു, നല്ലതായിട്ടാണ് ചെയ്തത്. കൊള്ളാം, മൊത്തത്തിൽ നല്ല പടമായിരുന്നു.